റാന്നോ റാന്നോ ഉച്ചരിക്കണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മള് അല്ലദീ ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ് അവിടെ വരെ എടുത്തിട്ടുണ്ട് അല്ലെ? എന്താ അതിന്റെ അർത്ഥം? അല്ലദീ ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ് പറഞ്ഞോളി. ആകാശങ്ങളിലും തെറ്റാണ്, അവനാകുന്നു എന്നുള്ളൂ. നമ്മൾ കാര്യമായിട്ട് പഠിച്ചത് എന്താണ്? അവന് മാത്രമാണ് അല്ലേ? അല്ലദീ, ആ ഒരുത്തൻ. ഏ ഒരുത്തൻ ആരാണ് അല്ലദീ? ആരാണ്? അള്ളാഹുവിന്റെ ദാസനായ മുഹമ്മദ് നബിക്ക് ഫുർഖാൻ അവതരിപ്പിച്ചവൻ ആരോ അവൻ, ആ ഒരുത്തൻ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവനാണ്. അതുകൊണ്ടാണ് അല്ലദീ പറഞ്ഞത്. അപ്പൊ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു ലഹു, അവന് മാത്രമാണ് എന്ത്? മുൽക്കുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. ഇനി പറയാം വലം യത്തഖിദ് വലദ. എന്താ? നിങ്ങളിങ്ങനെ സ്വീകരിച്ചില്ല അങ്ങനെയല്ല, ശരിക്കും വ്യക്തമായിട്ട് പറയണം, എന്നാലേ നിങ്ങൾ ശരിക്കും ഭാഷ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കേണ്ടത്. വലം യത്തഖിദ് എന്താ? സ്വീകരിച്ചൂലാന്നോ സ്വീകരിച്ചിട്ടില്ലാന്നോ? സ്വീകരിച്ചിട്ടില്ല, രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാ ചോദിക്കേണ്ടത്. വലദ, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വലം യകുല്ലഹു, വലം യകുല്ലഹു ആയി എന്നല്ല, അവിടെ അവന് ഉണ്ടായിട്ടില്ല. ശരീക്കുൻ, പങ്കാളി. ഫിൽ മുൽക്ക്, ആധിപത്യത്തിലുള്ള ഒരു പങ്കാളിത്തവും അവൻ സ്വീകരിച്ചിട്ടില്ല. പിന്നെ വഖലഖ, അവൻ സൃഷ്ടിക്കുകയും ചെയ്തു. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിക്കുകയും ചെയ്തു. ഫഖദ്ദറഹു, എന്നിട്ട് അത് കൃത്യമായി ക്രമീകരിച്ചു. തഖ്ദീറ, ഒരു ക്രമീകരിക്കൽ, കൃത്യമായി അതിനെ സംവിധാനിക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തു. തിരിച്ചു വരിക. വലം യത്തഖിദ് വലദ. വലദ എന്ന് പറയുന്നത് എന്താ? വലത് ആരാ? ആയിവ, ആൺകുട്ടി. റോങ് ആണ്. നിങ്ങൾ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ടാവും, ശരിയാണ്. വലത് എന്ന് പറഞ്ഞാല് ആണും പെണ്ണും പെടും. സൂറത്തു നിസാൽ ആയത്ത് ഓതിയാണ്. യൂസിക്കുമുല്ലാഹു ഓതിയാണ്. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. അല്ലേ? ഒന്ന് മറിച്ച് നോക്കിയാണ്. അല്ലേ? അള്ളാഹു അവിടെ എന്താ പറയണത്? യൂസിക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ? യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, മക്കളെ കാര്യത്തിൽ. ആണ് മാത്രമേ മക്കളുള്ളൂ? ഷുഐബ് മാത്രമേ ഉള്ളൂ? അല്ല, ഷുഐബിന്റെ പെങ്ങളും ഉണ്ട്. അല്ലേ? അത് എന്തുകൊണ്ടാണ് ആ അർത്ഥം? അതുകൊണ്ടാ വിവർത്തനം ചെയ്തപ്പോ ആണെന്ന് കൊടുത്തുണോ? ഏതെങ്കിലും തഫ്സീറിൽ ആൺമക്കൾ എന്ന് കൊടുത്തുണോ? ഉണ്ടോ? നിങ്ങൾ മദർസ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒക്കെ ശരി, അത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് തെറ്റാ. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും. ഇനി നോക്കിയോളിട്ടോ, എന്താ അതിന്റെ സൂത്രം? നിങ്ങൾ സൂറത്തു നിസായിലെ ആ ആയത്തൊന്ന് മടക്കി. യൂസിക്കുമുല്ലാഹു അവിടെ കാണിച്ചു തരാം ഞാൻ. യൂസിക്കുമുല്ലാ 11 എത്ര ഉസ്താദെ? 11 ഓർമ്മ. അവിടെ നിന്നുള്ളൊക്കെ 1-2 ആയത്ത് ഈ അനന്തരാവകാശത്തെ പറ്റി പറയുന്നതാണ്. അവിടെ അള്ളാഹു ഉപയോഗിക്കുന്നത് ഔലാദ്, വലത്, ആണും പെണ്ണും മാത്രം പറയുമ്പം ഇബ്ന്, ബിൻത്ത് അല്ലെങ്കിൽ ഇബ്നത്ത്, ഇങ്ങനെയാണ് ഉപയോഗിക്കുക. വ്യത്യാസമുണ്ട്.
അപ്പൊ ഔലാദ് എന്ന് പറയുമ്പോ ആണും പെണ്ണും അടങ്ങുന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് വിവർത്തനം ചെയ്തപ്പോ സന്താനങ്ങള് മക്കള് എന്നൊക്കെ കൊടുത്ത്. മക്കള് പറഞ്ഞാൽ ആണും പെണ്ണും പെടൂലേ? മലയാളത്തില് സന്താനം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടൂലേ? സന്താനത്തി എന്ന് അറിയണ്ട നിങ്ങൾ ആരെങ്കിലും? ഇല്ല, ആണും പെണ്ണും പെടും. എങ്ങനെയാണ് ആ ആശയം അതിന് വന്നിട്ടുള്ളത്? ആണ് ശ്രദ്ധിക്കുക. വലത എന്ന് പറഞ്ഞാൽ എന്താ? വലത വലത എന്താ അർത്ഥം? വലത എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് ലം യലിദ് വലം യൂലദ്. എന്താ? വലത ഒരർത്ഥം പ്രസവിച്ചു, ജനനം നൽകി അല്ലേ? വലത ജനനം നൽകി, മറ്റൊരാശയം പ്രസവിച്ചു. അപ്പം വലത ജനനം നൽകിയവരാ. പിന്നെ ആ വസ്തു അതെന്താണ്? ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. വലത യലിദു വിൽദൻ അല്ലെങ്കിൽ വൽദൻ വലദൻ ഇതൊക്കെ അതിന്റെ മസ്തറുണ്ട്. അതുകൊണ്ട് അതിനാണ് വിൽദാനൊക്കെ വരുന്നത്, ഉണ്ടല്ലേ? അപ്പം ഒരാള് ജനനം നൽകിയ ആ മൗലൂദിനാണ് എന്ത് പറയുന്നത്? വലത് എന്നുള്ള പ്രയോഗം ഉപയോഗിക്കണം. അതിൽ ആരും പെടും? ആണും പെണ്ണും പെടും. ആണും പെണ്ണും പെടും. അപ്പൊ അതുകൊണ്ടാ പഠിച്ചോ എന്തിവിടെ പറഞ്ഞത്? വലം യത്തഹിദ്, അവൻ സ്വീകരിച്ചിട്ടില്ല. ആരെ? വലതൻ സന്താനത്തെ, ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ. അപ്പൊ സന്താനത്തെ സ്വീകരിച്ചിട്ടുമില്ല. എന്തിനാ അത് പറഞ്ഞേ? വലം യത്തഹിദ് വലതൻ എന്തുകൊണ്ടാ പറഞ്ഞേ? അള്ളാഹിനെ പറ്റി ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു ആരാണ് എന്ന് പിന്നെ മക്കായിലെ മുശ്രിക്കുകളെ, ലോകത്തുള്ള മുശ്രിക്കുകളെ പഠിപ്പിക്കാണ് അല്ലേ? ജനങ്ങളെ പഠിപ്പിക്കാണ്. എന്താ? ഫുർഖാൻ അവതരിപ്പിച്ച അള്ളാഹു പിന്നെ പ്രപഞ്ചത്തിന്റെ ആധിപത്യമുള്ളവനാരോ അവനാണ്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അല്ലേ? രണ്ടാമത് വലം യത്തഹിദ് വലത, അവൻ എന്ത് ചെയ്തിട്ടില്ല? സന്താനത്തെ, മക്കളെ സ്വീകരിച്ചിട്ടില്ല. അപ്പം മക്കളെ സ്വീകരിക്കാത്ത, അപ്പൊ അതൊരു അയോഗ്യതയല്ലേ മക്കളെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത്? ഒരു സംവാദം നടന്നപ്പോ ഒരു ദായിയും അതേപോലെ ഒരു പിന്നെ അമുസ്ലിം തമ്മിൽ സംവാദം നടക്കുകയാണ്. നിങ്ങൾ അള്ളാഹു എന്തുകൊണ്ടാ സന്താനം സ്വീകരിക്കണേന് എന്താ തകരാറ്? സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ അടയാളമല്ലേ? മക്കളെ സ്വീകരിക്കുക എന്നുള്ളത് എന്തിന്റെ അടയാളമാണ്? സ്നേഹത്തിന്റെ അടയാളമല്ലേ? ഞങ്ങൾക്ക് എന്ത് ചെയ്തൂടെ? അള്ളാഹ്ക്ക് മക്കളെ സ്വീകരിച്ചുകൂടെ എന്നാണ് ഒരു ദായിയോട് ഒരു അമുസ്ലിം ചോദിക്കുന്നത്. അപ്പോ ആ ദായി അയാളെ യുക്തിപരമായി കൊണ്ടുപോകുന്ന രംഗം ഇങ്ങനെയാണ്. സൂര്യൻ അതിന്റെ കിരണങ്ങളെ പ്രസവിച്ചു, ആ കിരണങ്ങൾക്ക് ജനനം നൽകി എന്ന് നിങ്ങൾ പറയുമോ? രണ്ടാമത്, സമുദ്രം അതിന്റെ തിരമാലകളെ പ്രസവിച്ചു അല്ലെങ്കിൽ ജനനം നൽകി എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? അല്ലേ? അത് പറയാൻ പറ്റൂല എന്നയാൾ സമ്മതിച്ചു. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ ഏറ്റവും വലിയ സൃഷ്ടിജാലങ്ങൾ, അത് മലക്കുകളാവട്ടെ മനുഷ്യരാവട്ടെ പിന്നെ മറ്റ് പ്രപഞ്ചത്തിൽ ഏത് വസ്തുക്കളാവട്ടെ, ആ ഏറ്റവും മഹത്വമുള്ള സൃഷ്ടിജാലങ്ങളെ തന്നെ അള്ളാഹു മക്കളായി സ്വീകരിച്ചു എന്ന് പറയാൻ അള്ളാഹുവിന് അത് യോജിച്ചതാണോ? പറയാൻ പറ്റുമോ? അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത് എന്ത്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തു പാടില്ല? അതുകൊണ്ട് സുബ്ഹാനക് അല്ലേ? വിശുദ്ധ ഖുർആനിൽ ആ ആയത്ത് നമുക്ക് കാണാം. എന്തുകൊണ്ടാ സുബ്ഹാനക് ഉപയോഗിക്കുന്നത്? വലം യത്തഖിദ് വലത. മറ്റൊരു സൂറത്ത് കാണാം സുബ്ഹാനക്, അവൻ എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം മക്കളെ ഉണ്ടാക്കി അല്ലെങ്കിൽ മക്കളെ സ്വീകരിച്ചു എന്നതുപോലുള്ള വാദങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങള്, എന്തിനാണ് മക്കളെ സ്വീകരിക്കുന്നത്? ഇനിയിപ്പൊ മക്കളെ പഠിച്ചോന് ആവശ്യമുണ്ട്, എന്തിനാ സാധാരണ നിലക്ക് മക്കളെ എന്തിനാ സ്വീകരിക്കുക? നമ്മളെ ഭാഷയിൽ എന്താ? എന്തിനാ അപ്പൊ നമ്മള് കുട്ടികളെ ഉണ്ടാക്കണത്? എന്തിനാ? എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവൂലേ നിങ്ങൾക്ക്? ഒന്ന് ഇയാളെ പറഞ്ഞത് വംശ പരമ്പര, ആ തലമുറകൾ ഇങ്ങനെ നിന്ന് പോണം.
ഒരു കുടുംബ പേര് പറയും ഷൗക്കത്തിന്റെ. എനിക്ക് കുടുംബമൊന്നുമില്ലേ? എന്നാ ആരെങ്കിലും ഒന്ന് പറയും. ഷായിബ എന്റെ പേരെന്താ? അല്ല, എന്റെ പേര് തന്നെ. എന്റെ കുടുംബ പേരെന്താ? എനിക്ക് പറയാൻ കിട്ടില്ല. വേറൊന്നും പറയാൻ കിട്ടണ പറഞ്ഞേരി. ഈ CM എന്ന് പറയുന്ന തറവാട് ഇങ്ങനെ കാലാന്തരത്തിലൂടെ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ഷുഐബ് എന്നും ഇവിടെ ഉണ്ടാവോ? ഉണ്ടാവില്ല. മക്കൾക്ക് ജന്മം നൽകണം, ആ മക്കൾ വീണ്ടും പ്രസവിക്കണം, ആ മക്കൾ വീണ്ടും പ്രസവിക്കണം. അപ്പോഴേ ഷുഐബ് എന്ത് ചെയ്യുള്ളൂ? അറിയപ്പെടുള്ളൂ, ആ തറവാട് ഇവിടെ നിൽക്കുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആ ഒരു ഉദ്ദേശമാണ് ഒന്നത്. രണ്ടാമതോ, മനുഷ്യ സഹജമായി മനുഷ്യൻ കുറെ കഴിയുമ്പോ എന്താവും? ദുർബലനാവും, വടിയുത്തി നടക്കും, അല്ലേ? അപ്പൊരു കൈത്താങ് വേണം, അല്ലേ? അപ്പൊ വാർദ്ധക്യത്തിൽ സഹായിക്കാനാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നോ, ഇയാള് കുറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഇയാള് വലിയ സ്ഥാനം പൊസിഷനിലൊക്കെ ഇങ്ങനെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ടാവും. പ്രസിഡന്റും സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ആ മന്ത്രിയും അതും ഇതൊക്കെ വഹിച്ചിട്ടുണ്ടാവും, അല്ലെ? പള്ളിന്റെ മുത്തവല്ലിയൊക്കെ ആയിരിക്കും നാട്ടില്. അപ്പോ ഞാന് പോയാലും ഈ സ്ഥാനം ആര് കൈകാര്യം ചെയ്യണം? മക്കള് കൈകാര്യം ചെയ്യണം. എന്റെ അനന്തരവന്മാർ ഈ സ്വത്ത് വിഭജിച്ചെടുക്കണം. ഇത് നഷ്ടപ്പെട്ട് പോവാൻ പാടില്ല, അല്ലെ? ഗവൺമെന്റിന് പോവാൻ പാടില്ല. അപ്പൊ അവിടെയും സന്താനം വേണം എന്ന ഉദ്ദേശം അയാൾക്കുണ്ടാവും. പിന്നെ ഏകാന്തത, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തലച്ചൊറിയുന്ന പരിപാടിയാണ്. ആ ഒരു ഏകാന്തത ഉണ്ടാവും, വഹ്ശത്ത് എന്ന് പറയും അറബിയിൽ. ആ ഏകാന്തതയിൽ നിന്ന് അതില്ലാതാക്കാൻ, അതിന് രക്ഷ കിട്ടാനും മനുഷ്യൻ. അപ്പം ഭൗതികമായി ഇത്തരം കാര്യങ്ങളാണ് മക്കളെ സ്വീകരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ സ്വീകരിക്കുക എന്നുള്ളത്, അപ്പം മനുഷ്യൻ മക്കളെ സ്വീകരിക്കുന്നത് മനുഷ്യന്റെ ദുർബലതയാണ്. എനിക്ക് വയസ്സാവും, ബടിയുത്തും, അപ്പ എന്നെ താങ്ങണം, അല്ലേ? ഞാൻ കട്ടിൽ കിടക്കുമ്പോ എന്നെ മൂത്രമൊഴിപ്പിക്കാൻ എണീപ്പിക്കണം, എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി എന്നെ കുളിപ്പിക്കണം, അതിനൊക്കെ ഒരാള് വേണം, അതിന് യുവത്വമുള്ള ചോര അടക്കണ മക്കൾ വേണം എന്ന എന്റെ ദുർബലത, ആ ദുർബലതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ മക്കളെ സ്വീകരിക്കുന്നത്. അള്ളാഹ്ക്ക് എവിടെയെങ്കിലും ദുർബലത ഉണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ല. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം ശിർക്കാണ്, ആലോചിച്ച് നോക്കൂ. അള്ളാഹ് ആരാണ്? ഒരിക്കലും മരണമില്ലാത്തവനാണ്. എന്താ അതിന് പറയല്? അൽ ഹയ്യുല്ലദീ ലാ യമൂത്ത്. മരണം എന്ന് പറയുന്നത് ഇല്ലാത്ത, എന്നെന്നും ജീവിക്കുന്നവനാണ് ആര്? അള്ളാഹു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കണ്ടോ? എന്നെന്നും ജീവിക്കുന്നവനാണ് ആര്? അള്ളാഹു. മരണം എന്ന് പറയുന്നത് അള്ളാഹ്ക്കില്ല. അപ്പം അങ്ങനെ ഒരു ബലഹീനതല്ല മനുഷ്യനായ എന്നെ സംബന്ധിച്ചിടത്തോളം. മരണം മുമ്പിലുണ്ട്, അള്ളാഹ്ക്കുണ്ടോ? ഇല്ല. പിന്നെ അള്ളാഹ് എന്ന് പറയുന്നത് ഒരിക്കലും ദരിദ്രനാകാത്ത സമ്പന്നനാണ്. നമ്മളൊക്കെ ഏത് തരത്തിലുള്ള സമ്പത്ത്? നിങ്ങളെ വെറും ദീനാറല്ല കേട്ടോ ഈ സമ്പത്ത് അറിയുന്നത്, അല്ലേ? നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ സമ്പത്താ. എന്റെ കൈവശം, എന്റെ ആരോഗ്യം എന്റെ സമ്പത്താണ്, അല്ലേ? അങ്ങനെ ആലോചിച്ച് നോക്കുക. ഞാൻ ശ്വസിക്കുന്ന വായു എന്റെ സമ്പത്താണ്, എന്റെ ബിസിനസ് എന്റെ സമ്പത്താണ്, എന്റെ ഭാര്യ എന്റെ സമ്പത്താണ്, എന്റെ മക്കൾ എന്റെ സമ്പത്താണ്. അപ്പൊ അങ്ങനെയുള്ള ആ സമ്പത്ത് അത് നഷ്ടപ്പെടാതെ, ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടാതെ, എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഒരിക്കലും വരാത്ത ധന്യനാണ് ആര്? അള്ളാഹു, അല്ലേ? ആലോചിച്ച് നോക്കുങ്ങള്. നമുക്കൊക്കെ എന്ത് വരും? ദാരിദ്ര്യം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അല്ലേ? അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ത്? അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങള് അള്ളാഹു, ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമുള്ളവരാണ് മനുഷ്യരെ നിങ്ങൾ. എന്നാ അള്ളാഹ് അങ്ങനെ ഒരാളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല. അതാണ് അള്ളാഹു, അല്ലേ? പിന്നെ ഒരിക്കലും ദുർബലത, അശക്തത എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാത്ത ശക്തവാനാണ് ആര്? അള്ളാഹു. മനുഷ്യൻ എന്ത് ചെയ്യും? ഒരു നിമിഷം ദുർബലനാവും. ഇനി അവൻ ശക്തനാണെങ്കിൽ തന്നെ അവൻ ദുർബലനാ, ശക്തനാണെങ്കിൽ തന്നെ അവൻ ദുർബലനാണ്, അല്ലേ? പിന്നെ മറ്റൊരാളുടെ ആവശ്യം, മറ്റൊരാളുടെ സഹായം അള്ളാഹിന് ഒക്കെ ആവശ്യമുണ്ടോ? ഇല്ല. മനുഷ്യൻ ഏത് നിമിഷത്തിലും, ഞാൻ ഇപ്പൊ നല്ല ആരോഗ്യമില്ല, തക്കാളി പോലെ ചുറുചുറുക്കുള്ള നല്ല കണ്ടമാനം സമ്പത്തുള്ള ഒരുപാട് ഇമാറുകളുള്ള
ഭൂമിയിൽ എന്തൊക്കെ കിട്ടാണ്ടോ അതൊക്കെ ഉള്ള ഒരാളാണെങ്കിലും എനിക്ക് എന്ത് വേണം? മറ്റൊരാളുടെ സഹായം വേണം അല്ലേ? ഏറ്റവും വലിയ ഭരണാധികാരിക്ക് ആര് വേണം? ഒരു ഗ്ലാസ് വെള്ളം ഇത് എടുത്ത് കുടിക്കാൻ അയാൾ കഴിയൂല. എടുത്തു കൊടുക്കണമെങ്കിൽ ആര് വേണം? സർവന്റ് വേണം അല്ലേ? ആലോചിച്ച് നിങ്ങള്. നമ്മൾ പോയിട്ട് എടുക്കും, അയാൾ എടുക്കുവോ? എടുക്കൂല. അപ്പൊ നോക്കി നിങ്ങള്, ദുർബലനാണ് മനുഷ്യൻ, ദുർബലനാണ്. അപ്പം പരിപൂർണമായ സമ്പൂർണമായ പിന്നെ ഒരു ആശ്രയം, പിന്നെ അങ്ങനെ ഒരു ആശ്രയം ഇല്ലാത്തവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോ എന്താ സുബ്ഹാനക്, സുബ്ഹാനു എവിടെയാണ് പറയുന്നത്? വഖാലു ഇത്തഖദല്ലാഹു വലദ. ആ മുശ്രിക്കുകള് അല്ലേ, അവര് പറഞ്ഞു എന്ത്? ജൂത ക്രിസ്ത്യ വിഭാഗം അടങ്ങുന്ന മുശ്രിക്കുകളൊക്കെ പറയാണ് എന്ത്? അള്ളാഹു മക്കളെ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാ സുബ്ഹാന, സുബ്ഹാനു, അവൻ എത്ര പരിശുദ്ധനാണ്. ആ പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു പറയുന്ന വാക്ക് സുബ്ഹാനു. ഇവരീ പറയുന്നതൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് അല്ലേ? ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമാണ്, അള്ളാഹുവിന്റെ അധീനത്തിലാണ് അല്ലേ? അള്ളാഹുവിന്റെ കീഴിലാണ്. അതന്നെ ഇവിടെയും പറഞ്ഞത്. എന്ത് പറഞ്ഞിട്ടാ അവിടെ പറയുന്നത്? ലഹു മാഫിസ് എന്താണ് ആയത്ത്? ലഹു മുൽക്കു സമാവാതി വൽ അർദ് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? വലം യത്തഖിദ് വലദ എന്ന് അല്ലാഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബല്ലഹു മാഫിസ് സമാവാതി വൽ അർദ് ആയത്ത് അവസാനിപ്പിക്കണെങ്ങനെ? കുല്ലുല്ലഹു ഖാനിത്തൂൻ. മറ്റൊരായത്തില് കുല്ലുല്ലഹു ഖാനിത്തൂൻ, എല്ലാരും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് താനും അല്ലേ? അള്ളല്ല എന്ന് പറഞ്ഞോരും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാ. എങ്ങനെയാണത്? അള്ളല്ല എന്ന് പറഞ്ഞവരും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ട്. എങ്ങനെ? ഒരു സെക്കൻഡ് എങ്ങാനും ഈ വായായിട്ട് പഠിച്ചവനായിട്ട് കട്ട് ചെയ്താൽ, കറണ്ട് കട്ട് ചെയ്തേക്ക് ഇവിടെ നിൽക്കും നമ്മള്? ഇല്ല, പെടഞ്ഞാട് പോവും അല്ലേ? മീൻ പടയണേക്ക് ഇങ്ങനെ പടയണാണ്, പിന്നെ ഓനെ കാണൂല, പടയാനും കഴിയില്ല. ആലോചിച്ചു നിങ്ങള് അല്ലേ? അപ്പൊ റബ്ബിന്റെ കാരുണ്യം, അള്ളാന്റെ റഹ്മത്ത് ഓരോ മൈക്രോ സെക്കൻഡിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അള്ളല്ല എന്ന് പറയണോനും അല്ലേ ഏത് യുക്തിവാദിക്കും കിട്ടിക്കൊണ്ടിരിക്കണം. അത് ഓന് പിന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റൂല. ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ റബ്ബ് അൻതുമുൽ ഫുഖറാ എന്ന് പറയുന്നത് അതാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, എല്ലാരും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് അല്ലേ? വഖാലു, മറ്റൊരായത്തിൽ കാണാം വഖാലു ഇത്തഖദല്ലാഹു വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, പരമകാരുണികനായ അള്ളാഹു മക്കളെ സ്വീകരിച്ചു എന്നവർ ജൽപ്പിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, അതിഭയങ്കരമായ ഒരു കാര്യമാണ് അവർ ജൽപ്പിച്ചിരിക്കുന്നത്, അവർ വന്നിട്ടുള്ളത് എന്ന് അല്ലാഹു തആല അവിടെ പറയുന്നുണ്ട്. അപ്പം പിന്നെ തെറ്റാണ്, അബദ്ധമാണ് അവർ പറയുന്നത്. വമാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ, ഒരു രൂപത്തിലുള്ള മക്കളെയും സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പറ്റുന്നതല്ല. അങ്ങനെ അള്ളാഹുവിന്റെ മേൽ ജൽപ്പിക്കാൻ പറ്റൂല. ഈ വാദം പറഞ്ഞ ഏതാനും ചില സമൂഹങ്ങളുണ്ട്. ആരാണ് ഈ വാദം ആദ്യമായിട്ട് പറഞ്ഞത്? ഒന്ന് ജൂത ക്രിസ്തീയ വിഭാഗം, ഒന്ന് ജൂതന്മാരെന്താ പറഞ്ഞത്? ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ മകനാണ് അല്ലേ എന്ന് പറഞ്ഞവരുണ്ട്. ഉസൈർ എന്ന് പറഞ്ഞ പ്രവാചകൻ അള്ളാഹു. എന്നാ ക്രിസ്ത്യാനികൾ എന്താ പറഞ്ഞത്? അൽ മസീഹ് ഇബ്നുല്ലാഹ് അല്ലേ, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാ അറേബ്യൻ മുശ്രിക്കുകളിൽ ചില അറേബ്യൻ മുശ്രിക്കുകളുടെ വാദം എന്താ? മലക്കുകള് അള്ളാഹുവിന്റെ പെൺമക്കളാണ്, ബനാത്തുല്ലാഹ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും സ്വീകരിക്കാത്തവനാണ് ആര്? അള്ളാഹു. അപ്പം അള്ളാഹ്ക്ക് മക്കളുണ്ടാവുക എന്നുള്ളത് പിന്നെ അത് മുസ്തഹീലാണ്, അസാധ്യമാണ്. എന്തുകൊണ്ടാണ് അസാധ്യമാവുന്നത്? എന്തുകൊണ്ടാണത്? നിങ്ങൾ ആ കുൽവല്ലാഹു എന്ന് ഓതിയേക്കാന്, കുൽവല്ലാഹു അഹദ്, പിന്നെ പറയണെന്താ? അല്ലാഹു സ്വമദ്. എന്താ ഈ അല്ലാഹു സ്വമദ് അറിയണത്? അള്ളാഹു ലോകരെയൊന്നും പിന്നെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. എന്നാ എല്ലാരും ആരാശ്രയിക്കണം? അള്ളാഹുവിനെ ആശ്രയിക്കണം. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള
എല്ലാ ഖലായിക്കും സൃഷ്ടിജാലങ്ങളും എന്ത് ചെയ്യണ്ട? അള്ളാന്റെ സഹായം, അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ആവശ്യമാണ് അല്ലേ? അപ്പം അങ്ങനെ ആവശ്യമായ ഒരാള് എന്താൻ പറ്റൂല? ദൈവമാവാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹു സമദ് എന്നവിടെ പഠിപ്പിക്കണം. അപ്പം ഇതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം, പിന്നെ ഈ ജനനം അതേപോലെ പ്രസവിക്കല് എന്നൊക്കെ പറയുന്നത് ആരുടെ സ്വഭാവമാണ്? അള്ളാന്റെ സൃഷ്ടികളുടെ സ്വഭാവമാണ് അല്ലേ? അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ സ്വഭാവമാണ്. ഇനി നോക്കുങ്ങള്, കുഞ്ഞായി പിന്നെ ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു ജനനം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ചെറുപ്പുണ്ടാവും. ഒരു ചെറുപ്പത്തിലാണ്, സ്വഗീറായിട്ടാണ് അത് തുടങ്ങണത് അല്ലേ? പിന്നെ അതിനൊരു വളർച്ച ഉണ്ടാവും. പിന്നെ അതിന് പലതും ആവശ്യങ്ങൾ വരും അല്ലേ? പിന്നെ ഉമ്മയുടെ പാല്, ഇങ്ങനെ തുടങ്ങി ഭക്ഷണം, ഒരുപാട് ആവശ്യങ്ങൾ, വായു അല്ലേ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ, പരസഹായം ഒരു കുഞ്ഞായി ജനിക്കുമ്പോൾ പിന്നെ അതിന് ആവശ്യമാണ്. പിന്നെ അങ്ങനെയൊക്കെ ആവശ്യമായ ആ കുഞ്ഞ് അവസാനം എന്ത് ചെയ്യും? മരിക്കും ചെയ്യും അല്ലേ? ഇത് അള്ളാഹുവിന്റെ പേരിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അപ്പം ജനനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനിപ്പിക്കുക എന്ന് പറയുന്നത്, രണ്ടും അള്ളാഹുവിന്റെ മേൽ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് എങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്നെടുത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹു സമദ്. രണ്ടാമത്തൊന്ന് ലൈസ കമിസ്ലിഹി ഷൈഉൻ. അവിടെയാണ് അതിന് പ്രാധാന്യം. അള്ളാഹ്ക്ക് തുല്യമായി യാതൊന്നുമില്ല. എന്തിനെ അഷൈഉ പറയാതെ ഷൈഉ എന്ന് പറഞ്ഞത്? അവിടെയാണ് അതിന്റെ കുട്ടൻസ് ഉള്ളത്. അഷൈഉ എന്നാണ് പറഞ്ഞത്? ഇല്ല. എന്താ ഈ അഷൈഉ പറയാതെ ഷൈഉ എന്ന് പറഞ്ഞത്? യാതൊന്നും നമ്മൾ മലയാളത്തിൽ പറയും. ഈ ഷൈഇൽ എന്തൊക്കെ പെടും? നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ ദർറത്തുകളില്ലേ അല്ലേ, ആറ്റങ്ങള്, അതുപോലും ഷൈഇൽ പെടും. എന്നാൽ വലിയ വലിയ ഗാലക്സികൾ, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ പ്രപഞ്ചം അല്ലേ, ആകാശം, ഭൂമി പോലുള്ള, സൂര്യൻ, ചന്ദ്രൻ പോലുള്ള, അതും ഏതിൽ പെടും? ഷൈഇൽ പെടും. അപ്പൊ ചെറിയൊരു പദം അതിലെന്താ? പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഷൈഇ അല്ലേ? എന്നാ അഷൈഉ പറഞ്ഞെങ്കിലോ അതൊരു പ്രത്യേക കാര്യമായിരിക്കും അല്ലേ? കലം എന്ന് പറഞ്ഞാൽ എന്താ? പേന. അൽ കലം എന്ന് പറഞ്ഞാലോ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പേനയാണ്. അതേപോലെ അള്ളാഹുവിടെ ഷൈഉൻ നെക്കറയായി ഉപയോഗിച്ചത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായി എന്തൊക്കെ ഉണ്ടോ, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അത് പിന്നെ അതൊന്നും അള്ളാഹുവിനെ പോലെ എന്ന് വിശ്വസിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഒരു വിശ്വാസ കാര്യമാണത്. അതാണ് അള്ളാഹു സമദിലും അടങ്ങിയിട്ടുള്ളത്. അപ്പം ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഒരാൾക്ക് കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ആരുടെ വർഗത്തിൽപ്പെട്ടതായിരിക്കും? ഞാനിപ്പോ ഏത് വർഗത്തിൽപ്പെട്ട, നിങ്ങൾ ഏത് വർഗത്തിൽപ്പെട്ട? മനുഷ്യവർഗം നിങ്ങൾ പറയും അല്ലേ? അതിലപ്പുറം എന്താ നിങ്ങൾ പറയാ? ഇന്ന കുടുംബം. എന്താ സലാഹിന്റെ ഒരു കുടുംബം ഉണ്ട്, എന്താ മറന്നുപോയി ഞാൻ, കടുവനോ? ആ കടുവൻ ഫാമിലി എന്നൊക്കെ കേട്ടില്ല നിങ്ങള്? എന്തോന്ന് പറയുന്നു? അറബിയിൽ അങ്ങനെ എന്തോ എഴുതി വെച്ചു, ഊതുവാന്നോ എന്തോ എഴുതി വെച്ചു. കടവൻ. സോറി, ഒന്ന് തന്നെ അല്ലേ? അപ്പൊ നിങ്ങൾ ആ ഫാമിലിയൊക്കെ കൂടില്ലേ, അവിടെ ആ പേര് നിങ്ങൾ കൊടുക്കും, കടവൻ എന്ന് കൊടുക്കും നിങ്ങൾ അല്ലേ? അപ്പൊ അതൊരു ജിൻസാണ്, ഒരു ജിൻസിനെ കാണിക്കാനാണ്. അപ്പൊ ആ ജിൻസിൽ പറക്കണ കുട്ടികളൊക്കെ ഈ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? അതിൽ എത്ര മുഹമ്മദ് ഉണ്ടെങ്കിലും എത്ര അഹമ്മദ് ഉണ്ടെങ്കിലും ഈ പേരിലാണ് അറിയപ്പെടുക. അപ്പൊ ആ ജിൻസ് അവിടെ കാണിക്കും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പാർട്ടി ഒരു ജിൻസ് പഠിച്ചവനുണ്ടോ? അങ്ങനെ പറയാനും പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹു വിശ്വാസ കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പം ബദീഉസ് സമാവാതി, പിന്നെന്താണ്? വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടാവാണ് അള്ളാഹു. പിന്നെ അന്നാ യകൂനു ലഹു വലദ്, അവൻ എങ്ങനെയാണ് മക്കളെ സ്വീകരിക്കുക, ഉണ്ടാക്കുക? വലം തകുൽ ലഹു സാഹിബത്തുൻ, അള്ളാഹുവിന് ആരില്ല? ഭാര്യയില്ല, കൂട്ടുകാരിയില്ല അല്ലേ? പിന്നെ വഖലക കുല്ല ഷൈഇൻ, എല്ലാ
എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ചത് അവനത്രേ. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെ പറ്റിയും അറിവുള്ളവനും അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹു എങ്ങനെ മക്കളെ സ്വീകരിക്കുക എന്ന അള്ളാഹുവിന്റെ പേരിൽ എങ്ങനെ നിങ്ങൾ ചേർക്കാന്ന്. ഓക്കെ, നിങ്ങള് എന്താ ഈ ചിത്രം വരയ്ക്കുന്ന ആൾക്ക് പറയാ? കലാകാരൻ, ആർട്ടിസ്റ്റോ? ചിത്രം വരയ്ക്കുന്ന ആളെന്ന് തന്നെ നമ്മൾ പറയാ. അറബിയിൽ എന്താ പറയാ? അല്ല, അത് ചിത്രം എടുക്കുന്ന ആള് റസ്സാം. റസ്സാം അല്ലെ? ചിത്രം വരയ്ക്കുന്ന ആള് റസ്സാം. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു പലകമ്മല് ഈ ബോർഡുമ്മൽ നല്ല ചിത്രം വരച്ചു, നല്ല മനോഹരമായ ഒരു ചിത്രം വരച്ചു എന്ന് കൂട്ട സങ്കല്പിക്കാം. അങ്ങനെ വരച്ചാൽ ഈ മനോഹരമായ ചിത്രം വരച്ച ആ ബോർഡ് അയാളെ പിന്നെ മകളാണെന്നോ അല്ലെങ്കിൽ അയാളുടെ കുട്ടിയാണെന്നോ സന്താനാണെന്നോ ആരെങ്കിലും പറയോ? ഇല്ല. എത്ര മനോഹരമായ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ബോർഡായാലും അത് അയാളുടെ മകനാണെന്നോ മകളാണെന്നോ പറയോ? ഇല്ല, പറയാൻ പറ്റൂല അല്ലേ? ഇനി ഒരു പിന്നെ വലിയ എഞ്ചിനീയർ, വലിയ ആർക്കിടെക്ട്, വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു എഞ്ചിനീയർ, അയാൾ ഒരു വലിയ കൊട്ടാരം പണിതു അല്ലേ? ആ കൊട്ടാരം അയാളുടെ മക്കളാണ്, അയാളുടെ മകനാണെന്നോ മോളാണോ എന്നോ പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നോക്കി നിങ്ങള്, ഒരു മനുഷ്യൻ നിർമ്മിക്കണ ഏറ്റവും സുന്ദരമായ ഏറ്റവും വലിയ അവന്റെ സൃഷ്ടി പോലും അവന്റെ മകനോ മകളോ ആവാൻ പറ്റൂലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും മഹത്തായ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അള്ളാഹുവിന്റെ മകനോ മകളോ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. മനുഷ്യന്മാർക്ക് തന്നെ പറ്റൂലെങ്കിൽ പിന്നെ അള്ളാഹ്ക്കത് പറ്റുമോ? പറ്റൂല. അപ്പൊ അതാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതേ പ്രകാരം അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട ഒരാളെയും, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട ഒരാളെയും അള്ളാഹുവിന്റെ പിന്നെ മകനാണെന്നോ സന്താനമാണോ എന്ന് പറയുന്നത് യുക്തിയില്ലാത്തതാണ്, ആ യുക്തിക്ക് യോജിക്കാത്തതാണ്, യുക്തിരഹിതമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നിങ്ങള് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം പിന്നെ ആദ്യമായിട്ട് എന്തൊക്കെ ചെയ്യണത്? ആ ബിംബങ്ങളെയൊക്കെ തകർക്കണില്ലേ? അതിന് മുമ്പ് കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്തിലേക്കാണ് ഇബ്രാഹിം നബി ആളുകളെ ക്ഷണിക്കുന്നത്? അള്ളാഹിനെ മാത്രം ആരാധിക്കണം അല്ലേ? ബിംബങ്ങളെ ആരാധിക്കരുത്, കല്ലിനെ ആരാധിക്കരുത്. എന്നിട്ട് ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താ? ഇന്നനി ബറാ ഉമ്മിനല്ലാഹ്, അങ്ങനെ ഒരു ആയത്തില്ലേ? എന്നാ ഓതിയാണ്, ഇന്നനി ബറാ ഉമ്മിമ്മാ തഅ്ബുദൂൻ അല്ലേ? നിങ്ങൾ ഈ ആരാധിക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ ഞാൻ ആരാണ്? സമ്പൂർണമായി ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നവനാണ്, ഞാൻ നിരപരാധിയാണ്. എന്നാൽ ഈ ആരാധിക്കണ ഈ വിഗ്രഹങ്ങളെയൊന്നും ഞാൻ അതിനൊക്കെ ഒഴിവാണ് കേട്ടോ, ഞാൻ അതിന് സമ്പൂർണമായി പരിപൂർണമായി ഞാൻ ഒഴിവാണ്. ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ച ആ ഒരു ഒഴികെ, അഥവാ അള്ളാഹുവിനൊഴികെ ബാക്കിയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിക്കാണ് എന്നതാണ് ഇബ്രാഹിം നബി പറയുന്നത് അല്ലേ? അപ്പൊ പ്രവാചകന്മാരായ പിന്നെ ഇബ്രാഹിം നബിയെ പോലും അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത പ്രവാചകന്മാരെ പോലും അള്ളാഹു സന്താനമായി സ്വീകരിച്ചോ? ഇല്ല അല്ലേ? പിന്നെ അപ്പൊ അവരൊക്കെ പ്രവാചകന്മാരൊക്കെ ചെയ്ത സന്ദേശം ഏതാണ്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്നുള്ളതാ. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് ഒരിക്കൽ പോലും എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബി ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാ. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് എന്താ? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദു, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹുവാണ്, ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. പിന്നെ അന്ത്യനാളില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി, പിന്നെന്താണ്? വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് അല്ലേ? അന്ത്യനാളിൽ ഈസാ നബി അലൈഹി സ്വലാം ജനങ്ങളോട് പിന്നെ നീയാണോ ഈസാ അലൈഹി സ്വലാം ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്നെയും എന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ഇലാഹുകളായി സ്വീകരിക്കാൻ നീയാണോ കൽപ്പിച്ചത് ഈസ എന്ന് അള്ളാഹു തആല ചോദിക്കുന്ന
അപ്പൊ അള്ളാഹുവിനോട് മറുപടി പറയുന്നതും വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടങ്ങണ എങ്ങനെ? സുബ്ഹാനക, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്. മിമ്മാ യകൂനുലി അൻ അഖൂല മാ ലൈസ ലി ഹഖുൻ, എനിക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം പറയുക എന്നുള്ളതിൽ നിന്ന് നീ എത്ര പരിശുദ്ധനാണ് പടച്ചോനെ, അതെനിക്ക് പറയാൻ പറ്റൂല പടച്ചോനെ എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിജാലത്തെ അള്ളാഹു സന്താനമായി സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടില്ല. അല്ലെ? പഠിപ്പിച്ചനോ? നൂഹ് നബി 950 വർഷക്കാലം പ്രബോധനം ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം നൂഹ് നബി തന്റെ കൗമിനോട് ഇന്ന ആളെ സന്താനമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് സന്താനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് അവിടെയൊക്കെ പറഞ്ഞ് അള്ളാഹിനെ മാത്രങ്ങൾ ആരാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു നബിയും സന്താനത്തെ സ്വീകരിക്കുകയോ ശരീക്കനെ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഖുദ്സി ഹദീസിൽ എന്താ പറയുന്നത്? റസൂലുള്ളാഹി പറയാണ്, ശതമനി ഇബ്നു ആദം വമാ യംബഗി ലഹു അൻ യസ്തുമനി, മനുഷ്യപുത്രൻ എന്നെ നിന്ദിച്ചു. ചീത്ത പറഞ്ഞാല് നിന്ദിച്ചു, അവഹേളിച്ചു. യഥാർത്ഥത്തിൽ എന്നെ നിന്ദിക്കാൻ അവന് അവകാശമില്ല. എന്താണ് ആ നിന്യത? അവൻ എന്നെ നിന്ദിച്ചു എന്ന് പറയുന്ന ആ വാക്ക് ഇത്തഖദല്ലാഹു വലദ, അള്ളാഹ് മക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനുഷ്യപുത്രൻ പറയുന്നു. യഥാർത്ഥത്തിൽ സമദ്, ഞാൻ ഏകനായ ഒരുത്തനാണ്. അല്ലേ? അസമദ്, നിരാശ്രയനാണ്, ഒരാളുടെയും ആശ്രയം വേണ്ട. ലം അലിദ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. പിന്നെ വലം ഊലദ്, ഞാൻ കുട്ടിയായി ജനിച്ചതുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, എനിക്ക് വലം യകുല്ലി കുഫുവൻ അഹദ്, അങ്ങനെയാണ് ഹദീസിൽ. എനിക്ക് തുല്യനായിട്ട് ആരും തന്നെ ഇല്ല. ഇതാണ് ഖുദ്സി ഹദീസിൽ പോലും. അപ്പം അള്ളാഹു പറയാണ്, എന്നെ മനുഷ്യപുത്രന്മാർ നിന്ദിച്ചു എന്ന് പറഞ്ഞിടത്ത് ഒന്നാമതായി എടുത്തു പറയണത് ഏതാണ്? ഇത്തഖദല്ലാഹു വലദ, അള്ളാഹ് സന്താനത്തെ സ്വീകരിച്ചു എന്നുള്ള വാക്കാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ അൻ തുനസ്സഹ വതആല അൻ യകൂന ലഹു വലദുൻ, അള്ളാഹ്ക്ക് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്ന ആ വാദത്തിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തലാണ്. അല്ലാമ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നത് കാണാം, അത്തൗഹീദു ഹുവ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന്റെ ദാസന്മാരുടെ മേൽ ബാധ്യതയായിട്ടുള്ള അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശമാകുന്ന തൗഹീദ് കൊടുക്കലാണ്, ഇബാദത്ത് അവന് മാത്രം കൊടുക്കലാണ് എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്തി പറയാ, മക്കളെ സ്വീകരിച്ചപ്പോഴൊക്കെ ചേർത്തി പറയാ എന്നുള്ളത് അത് ഏറ്റവും വലിയ അള്ളാഹുവിന് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ന്യൂനതയാണ്. അള്ളാഹു നെക്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് അത് എന്നുള്ളതാണ്. ഇത് നമുക്ക് പഠിക്കാനുള്ള വലം യത്തഖിദ് ലഹു വലദ എന്ന് പറയുന്ന ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഏതാനും ചില പാഠങ്ങൾ. ഒന്ന്, അള്ളാനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ മനസ്സിലാക്കുക അള്ളാനെ? ഒന്ന്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ, അള്ളാഹുവിന്റെ സിഫാത്തുകളിലൂടെ, ഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കുക. അതാണ് സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയും. അതാണ് അള്ളാഹു താല ഈ തുണ്ടൻ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതേപോലെ എന്തൊക്കെ ന്യൂനതകളുണ്ടോ, നെക്സായിട്ടുണ്ടോ, അതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക എന്നുള്ളതാണ് ഇബാദത്തിന്റെ ഏറ്റവും വലിയ ഉന്നതിയിലുള്ള കാര്യം. മൂന്നാമത്തത്, പ്രവാചകന്മാരൊക്കെ പ്രബോധനം ചെയ്തും ക്ഷണിച്ചിട്ടുള്ളത് നിഷ്കളങ്കമായ ഈ ഏകദൈവ വിശ്വാസത്തിലേക്കാണ്. നാലാമത്തത്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു ചെറിയ അധ്യായം, അത് പഠിപ്പിക്കണത് ലം യലിദ് വലം യൂലദ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സമദ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ അധ്യായം പഠിപ്പിക്കണത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഈ സാദൃശ്യപ്പെടുത്തുന്ന അള്ളാഹ് മക്കളെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹ് ഇന്നതുപോലെയാണ്, ഇങ്ങനെയൊക്കെയുള്ള സാദൃശ്യങ്ങളും ഉപമപ്പെടുത്തലും ഒക്കെ അത് എല്ലാം പൊളിച്ചു കളയുന്ന ഒരു അധ്യായമാണ് ഇത് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്.
അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് എന്നവിടെ നമ്മൾ പഠിപ്പിക്കേണ്ട അതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യം അതാണ്. പിന്നെ നമുക്കൊരു ബാധ്യതയുണ്ട് എപ്പോഴും. പിന്നെ ഒരു മനുഷ്യൻ മരണം വരെ തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹ് ഏകനാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അല്ലെ? അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സന്താനങ്ങളില്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ഈമാന് നമ്മൾ സദാസമയം ഇങ്ങനെ എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാ. അതിനാണ് എന്ത് പറയേണ്ടത്? ഈ നമസ്കാരങ്ങളും അതിലുള്ള പ്രാർത്ഥനകളും, രാവിലെയുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും, നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നാം അള്ളാഹു തആല നമ്മോട് ഇങ്ങനെ ഉരുവിടാൻ പറയുന്നുണ്ട്, അല്ലെ? രാവിലെ തന്നെ ചെയ്യുന്ന ദിക്റുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? അസ്ബാന വസ്ബാൽ മുൽക്കുലില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥന അല്ലേ? ആ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ ഈ ഏകത്വമാണ്, അള്ളാഹു പിന്നെ ഈ രാജാധിപത്യം അള്ളാഹുവിനാണ് എന്ന് തുടങ്ങിയ ആ രൂപത്തിലുള്ള പിന്നെ കാര്യമാണ് അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള മറ്റൊരു പാഠം സൂറത്തുൽ ഇഖ്ലാസ്. നമ്മുടെ സമയം കഴിഞ്ഞു അല്ലേ? നമുക്ക് ബാക്കി എന്റെ ഭാഗം പിന്നാക്കുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.